10-200 മീറ്ററുള്ള തുണി എടുത്ത് ഞാൻ ഷർട്ട് തയ്ച്ച് അത് എങ്ങനെ മമ്മൂക്കേനെ അപ്രോച്ച് ചെയ്ത് അത് പോളിസ്റ്റർ മിക്സ് ഉള്ള സാധനം പൊള്ളാച്ചിയിൽ ഇടിയിക്കണം, അതെനിക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിന് വരാൻ പറ്റിയില്ല പറയുമ്പോഴത്തേനും ചാർട്ട് പൊളിയുമ്പോൾ നമ്മുടെ പ്ലാനിലുള്ള എല്ലാം പാളും. കാരണം നാളത്തെ നമ്മൾ കോസ്റ്റ്യൂം ചെയ്ത് വെച്ചേക്കുന്ന എല്ലാം പെട്ടെന്ന് ലാസ്റ്റ് മിനിറ്റ് മാറ്റേണ്ടി വരും. നമുക്കിനി ഒരു ഇന്ററാക്ഷൻ സെഷനാണ്. നമ്മൾ സംസാരിച്ചു, ഇനി നിങ്ങളാണ് സംസാരിക്കേണ്ടത്. Thank you so much. Can we have a big round of applause for that amazing session? അപ്പം ഇത്രയൊക്കെ കേട്ടതിന് ശേഷം I'm sure that കുറച്ച് പേരുടെ മനസ്സിലെങ്കിലും എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമെന്ന്. So now we are going to take some questions from the audience. അപ്പോൾ ആരോടാണ് ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചിട്ട് പ്ലീസ് ഗോ ahead. മൈക്ക് അവിടെ അവൈലബിൾ ആണ്. സോ പ്ലീസ് റേസ് യുവർ ഹാൻഡ്. മൈക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരും. എനി ക്വസ്റ്റ്യൻസ് ഗൈസ്? എനിക്ക് മെലിൻ സാറോടാണ് ചോദിക്കാനുള്ളത്. നമുക്കറിയാം ഭ്രമയുഗം, അതുപോലെ ഇനി വരാൻ പോകുന്ന ടർബോ, ഈ മൂവിയിലൊക്കെ മമ്മൂക്കയുടെ കോസ്റ്റ്യൂം ഡിസൈനിങ് ഒക്കെ ചെയ്തല്ലോ. അപ്പോൾ മമ്മൂക്ക എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കാഷ്വൽ വിയർ ഇട്ടാൽ പോലും നമ്മൾ അത്രത്തോളം അട്രാക്റ്റ് ചെയ്യും, അത്രയ്ക്ക് അടിപൊളിയായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മമ്മൂക്കയുടെ കോസ്റ്റ്യൂം ഡിസൈനിങ് ചെയ്യുമ്പോൾ ഉള്ള ഫിലിമിലുള്ള എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്? ഞാൻ മമ്മൂക്കയോട് ഫസ്റ്റ് ചെയ്യുന്ന പടം നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന മൂവിയാണ്. അപ്പോൾ സാധാരണ മമ്മൂക്കയുടെ കൂടെ അഭിജിത്ത് എന്ന് പറഞ്ഞ കോസ്റ്റ്യൂം ഡിസൈനർ ഉണ്ട്. ഇപ്പം നമ്മൾ ഡിസൈൻസിനകത്ത് സജഷൻ കൊടുക്കും, പിന്നെ മമ്മൂക്കയുടെ ഫേവറേറ്റ് ഉള്ള ഫാബ്രിക്സ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് അത് കോർഡിനേറ്റ് ചെയ്ത് പോകുന്നത്. ദെൻ നൻപകലിലാണ് ആദ്യമായിട്ട് എനിക്കൊരു പോർഷൻ, സുന്ദരം എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ പോർഷൻ എനിക്ക് ലിജോ ചേട്ടൻ്റെ പ്രഷറിൽ എനിക്ക് ചെയ്യേണ്ട വന്നു. ദെൻ അതെനിക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. മമ്മൂക്കനെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്കയുടെ മെറ്റീരിയലിനെ കുറിച്ചുള്ള നോളജ്, അല്ലെങ്കിൽ ക്ലോത്തിങ്ങിനെ കുറിച്ചിട്ടുള്ള സ്റ്റൈലിനെ കുറിച്ചുള്ള നോളജ് ഭയങ്കര, ഇത്ര നാൾ കണ്ട ആർട്ടിസ്റ്റുകളിലെ എല്ലാത്തിനേക്കാളും ഭയങ്കര നോളജുള്ള വ്യക്തിയാണ്. അപ്പോൾ ഞാൻ സുന്ദരത്തിൻ്റെ ക്യാരക്ടർ ചെയ്യുമ്പോൾ എനിക്ക് ഒരിക്കലും പ്രീമിയം ക്ലോത്ത് ഇട്ട് സുന്ദരത്തിൻ്റെ ക്യാരക്ടർ ചെയ്യാൻ പറ്റൂല. ദെൻ എനിക്കത് ഭയങ്കരമായിട്ട് ചലഞ്ചിങ് വന്നൊരു സ്പേസാണ് മമ്മൂക്കയ്ക്ക് ഇങ്ങനത്തെ ഒരു കോസ്റ്റ്യൂം ഞാൻ എങ്ങനെ ഇടും, 10-200 മീറ്ററുള്ള തുണി എടുത്ത് ഞാൻ ഷർട്ട് തയ്ച്ച് അത് എങ്ങനെ മമ്മൂക്കേനെ അപ്രോച്ച് ചെയ്ത് അത് പോളിസ്റ്റർ മിക്സ് ഉള്ള സാധനം പൊള്ളാച്ചിയിൽ ഇടിയിക്കണം, അതെനിക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. ദെൻ അത് ആ പടത്തിൽ ഭയങ്കര രസമായിട്ട് വന്നു. പിന്നെ ബ്രഹ്മയുഗം ടർബോയിലേക്കൊക്കെ എത്തുമ്പോഴേക്കും നമ്മൾ ആ അഭിജിത്തിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് പോകണം. കാരണം അത് കൺവേ ചെയ്യാൻ ഭയങ്കര സമയമെടുക്കും. നമുക്ക് അതിനകത്ത് കുറേ ചോദ്യങ്ങൾ ചോദിക്കാം, നമുക്ക് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണം, പിന്നെ ക്യാരക്ടറിൻ്റെ എല്ലാ ഡെപ്തും മനസ്സിലാക്കി ചെയ്യണം. ദെൻ അബിയുടെയും കൂടി സപ്പോർട്ടിലാണ് മമ്മൂക്കയുടെ ഇതുവരെയുള്ള എല്ലാ ലുക്കും. അബിയാണ് മോസ്റ്റ്ലി. ഞാൻ അതിനകത്ത് ആകെ നൻപകലിൽ മാത്രമാണ് മമ്മൂക്കയ്ക്ക് ഒരു കോസ്റ്റ്യൂം ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഡിസൈനിങ് ഇംപ്ലിമെൻറ്റേഷനിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയെല്ലാം അഭിജിത്താണ് അതിൻ്റെ ഫൈനൽ ഏത് ചെരുപ്പിടണം, ഏതാണ് മമ്മൂക്കയുടെ കംഫർട്ട് എന്ന് അറിയുന്നത് അഭിജിത്തിനാണ് കൂടുതൽ. അബി പേഴ്സണൽ ഡിസൈനറാണ് മമ്മൂക്കയുടെ. Thank you so much. Beautiful question. We wanted to know that. Next one. വേറെ ആരെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ഹായ് മാം, ഞാൻ സ്റ്റെഫി മാമിനോടാണ് ചോദിക്കുന്നത്. എൻ്റെ പേര് വർഷ. മാമിൻ്റെ ഇൻ്റർവ്യൂസിലൊക്കെ കേട്ടിട്ടുണ്ട് ക്രൂ മെമ്പേഴ്സിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. മാം എങ്ങനെയാണ് ഇപ്പോൾ ക്രൂ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്? ഇപ്പം ഞങ്ങളുടെ പോലെയുള്ള ഫാഷൻ സ്റ്റുഡൻസിന് എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് ഇറങ്ങാൻ കഴിയുക? പിന്നെയുള്ളൊരു ക്വസ്റ്റ്യൻ, മാം ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് എടുക്കുന്ന സമയത്ത് അതിൽ ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും, ആ ക്യാരക്ടേഴ്സിന് വരുന്ന ആക്ടേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു ചലഞ്ച് വരാറുണ്ടോ? ക്യാരക്ടർ അല്ലെങ്കിൽ ആക്ടർ, ആ രീതിയിലുള്ളൊരു ചലഞ്ച് വരാറുണ്ടോ? ക്യാരക്ടറിനാണോ ആക്ടർക്കാണോ പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളത് ഓഫ്കോഴ്സ് അത് ക്യാരക്ടറിനായിരിക്കും. കാരണം ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കുമല്ലോ ആക്ടർ അതിന് വന്നിട്ടുണ്ടാവുക. നമ്മളവർക്ക് വേണ്ടി പേഴ്സണലി ഇപ്പോൾ ഓരോ ആർട്ടിസ്റ്റും എൻ്റെ അറിവിൽ, എൻ്റെ ഒരു അനുഭവത്തിലും ആർട്ടിസ്റ്റുകൾ ആരും തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടുന്ന അതേ ബ്രാൻഡ് തന്നെ ലൊക്കേഷനിലെ കോസ്റ്റ്യൂം ഡിസൈനറും തരണം എന്ന് ആവശ്യപ്പെടുന്നവരൊന്നും അല്ല. അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി ഇങ്ങനെ നമ്മുടെ ഒരു വർക്കിനും ആ വാല്യൂ കൊടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പ്രശ്നം ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. പിന്നെ പുതിയതായിട്ട് വരുന്നവരെ എങ്ങനെയാണെന്നുള്ളത്, ഞാൻ സിനിമയിൽ വരുമ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ആരെ അസിസ്റ്റ് ചെയ്യാതെയാണ് കോസ്റ്റ്യൂം ഡിസൈനറായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് തുടങ്ങുന്നത്. ഞാൻ അതുവരെ പരസ്യങ്ങൾ, ഒരു വർഷം മുമ്പ് പരസ്യങ്ങളിൽ കോസ്റ്റ്യൂം ചെയ്യുമ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. എനിക്ക് അവിടെ നിന്നാണ് ആക്ച്വലി സ്വന്തം ചെയ്ത് തന്നെയാണ്
പഠിക്കുന്നത്. അന്ന് ആദ്യത്തെ പടം എനിക്ക് തോന്നുന്നു ലുക്കാച്ചുപ്പിയൊക്കെ ചെയ്യുമ്പം ചായ തരുന്നത് പ്രൊഡക്ഷനാണോ യൂണിറ്റുകാരുടെ അടുത്തൊക്കെ പോയിട്ട് ഞാൻ ചേട്ടാ ചായ തരുമോ എന്ന് ചോദിക്കായിരുന്നു. അത്രയും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല സിനിമയിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏതാണെന്ന് പോലും. പക്ഷെ ഞാൻ വന്നപ്പോൾ പുതിയ ആളാണെന്നോ ഈ സിനിമയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ആളാണെന്നോ ഉള്ള രീതിയിൽ എന്നെ ഒരാളും അങ്ങനെ കണ്ടിട്ടില്ല. നമുക്കുള്ള കഴിവ്, നമ്മുടെ എക്സ്പീരിയൻസ് എന്തെന്നുള്ളതൊരു മാറ്റർ അല്ല, നമുക്ക് എന്താണ് ഇപ്പം ചെയ്യാൻ പറ്റുന്നത്, എത്ര വൃത്തിയായി എത്ര ഡെഡിക്കേറ്റഡായി നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് മാത്രമാണ് എൻ്റെ അറിവിൽ ഇന്നത്തെ ഇവിടുത്തെ സിനിമയിലുള്ള ആൾക്കാരെ നോക്കുന്നുള്ളൂ. പിന്നെ പുതുതായി വരുന്നവർക്ക് നമ്മൾ ടെക്നിക്കൽ സൈഡിലുള്ളവർ ഒരു ഫെഫ്ക എന്ന് പറയുന്ന ഒരു അസോസിയേഷനിലൂടെയാണ് വർക്ക് ചെയ്യുന്നത്. ഒരു അസോസിയേഷൻ്റെ മെമ്പർഷിപ്പ് ഉണ്ട്, അതെടുക്കണം എന്നുള്ളതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. അതിനുശേഷം നിങ്ങൾക്ക് ഇന്ന് സോഷ്യൽ മീഡിയ ഇത്രയും പോപ്പുലർ ആയതുകൊണ്ട് തന്നെ എനിക്കും ഇൻസ്റ്റഗ്രാമിലൊക്കെ ആൾക്കാർ ചോദിക്കലുണ്ട് എങ്ങനെയാണ് അസിസ്റ്റ് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ തന്നെ വന്നിട്ടുള്ള ഒരുപാട് പേര് എൻ്റെ കൂടെ ഉണ്ട്. ഞാനല്ലെങ്കിൽ മെൽവിൻ അല്ലെങ്കിൽ ദിവ്യ, അത്ര എല്ലാവരുടെ അടുത്ത് നിങ്ങൾക്ക് റീച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. വരിക, അസിസ്റ്റ് ചെയ്യുക. ഒരുപാട് അസിസ്റ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള എല്ലാം ഉണ്ടാവുകയും ചെയ്യും. താങ്ക് യു സോ മച്ച് സ്റ്റെഫി. ഇരിക്കുന്നവർ മാത്രമല്ല അവിടെ നിൽക്കുന്നവർ, നിങ്ങൾക്കും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ റേസ് യുവർ ഹാൻഡ്. മൈക്ക് നമ്മൾ തരുന്നതായിരിക്കും. എനിവൺ എൽസ്? യെസ്, there we go. എൻ്റെ പേര് ഐശ്വര്യ. എനിക്ക് മെൽവിൻ സാറിനോടാണ് ചോദിക്കാനുള്ളത്. സാർ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു മെറ്റ് ഗാല. അപ്പോൾ ഈ മെറ്റ് ഗാല എങ്ങനെയാണ് നമ്മളുടെ ഇന്ത്യൻ ഫാഷൻ ഇൻഡസ്ട്രി അതുപോലെ തന്നെ മൂവിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഗാല നമ്മുടെ ഇപ്പോൾ സബിയ സജി മുഖർജി ഇന്ത്യയുടെ ഫസ്റ്റ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഡിസൈനറാണ് മെറ്റ് ഗാലയിൽ. ഇത് ഇത്രയും കാലത്ത് മെറ്റ് ഗാല നടന്നതിൽ ആദ്യമായിട്ടാണ്. ഫ്യൂച്ചറിൽ ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും പറ്റും, നിങ്ങൾക്കും പറ്റും, എനിക്കും പറ്റും. എൻ്റെ ഡ്രീം അതാണ്. ഞാൻ സിനിമ അതിനേത്തേക്കുള്ള പാത്തായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. എൻ്റെ അൾട്ടിമേറ്റ് ഡ്രീം മെറ്റ് ഗാലയിൽ പോവുക, മെറ്റ് ഗാല ഇവൻ്റ് ചെയ്യുക, സ്വന്തമായിട്ട് അർമാനി പോലത്തെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുക. ഇതൊക്കെയാണ് എൻ്റെ അൾട്ടിമേറ്റ് ഡ്രീം എന്ന് പറയുന്നത്. സിനിമ അതിനകത്തേക്കുള്ള പാത്ത് മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. Thank you so much. Anyone else? And all the very best, Melvi. ഒരു ദിവസം മെറ്റ് ഗാലയിലെ മെൽവിയുടെ ഡിസൈൻ കാണാൻ സാധിക്കട്ടെ. Anybody else from the crowd itself? Please go ahead, raise your hand. കൈ ആർക്കെങ്കിലും എന്തെങ്കിലും? Yes, there we go. Can we have a mic here? എൻ്റെ ചോദ്യം സ്റ്റെഫി ചേച്ചിയുടെ അടുത്താണ്. അപ്പോൾ ആദ്യം വന്നപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഫാമിലി സപ്പോർട്ട്സ് ഒക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി. ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ. അതായത് സ്ട്രഗിൾ ഉണ്ട്, പക്ഷെ അതൊരു 6 7 അല്ല 1 വർഷത്തെ സ്ട്രഗിളേ ഉള്ളൂ. അത് മറ്റു പലരുടെയും സ്ട്രഗിൾ വെച്ച് നോക്കുമ്പോൾ എനിക്കങ്ങനെ എടുത്ത് പറയേണ്ട സ്ട്രഗിളാണോ എന്ന് അറിയില്ല. അന്ന് എനിക്ക് ഇപ്പം എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ വേറെ ഈ ക്വസ്റ്റ്യനുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. എനിക്കിങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നോർമലി ലുലു എനിക്കൊരു തറവാട് പോലെയാണ്. എനിക്ക് മാത്രമല്ല ഇവർക്ക് എല്ലാവർക്കും. ബിക്കോസ് ഞങ്ങൾ കോസ്റ്റ്യൂം ഡിസൈനേഴ്സിനെ സംബന്ധിച്ച് രാത്രി 9:30 ആകുമ്പോഴാണ് നോർമൽ ഒരു 7:30 to 9:30 ഒരു ഷെഡ്യൂൾ വരിക, ടൈം ഷൂട്ടിൻ്റെ. അപ്പോൾ ഈ 8 8:30 ആകുമ്പോഴത്തേനുമാണ് നെക്സ്റ്റ് ഡേ ചാർട്ട് പ്രിപ്പയർ ചെയ്ത് വരിക, എന്താണ് ഷൂട്ട് എന്നുള്ളത്. ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിന് വരാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നാളെ ഔട്ട്ഡോറിൽ മഴ പെയ്തതുകൊണ്ട് ഇൻഡോർ ആക്കി എന്നൊക്കെ പറയുമ്പോഴത്തേനും ചാർട്ട് പൊളിയുമ്പോൾ നമ്മുടെ പ്ലാനിലുള്ള എല്ലാം പാളും. കാരണം നാളത്തെ നമ്മൾ കോസ്റ്റ്യൂം ചെയ്ത് വെച്ചേക്കുന്നതെല്ലാം പെട്ടെന്ന് ലാസ്റ്റ് മിനിറ്റ് മാറ്റേണ്ടി വരും. അപ്പം എൻ്റെ അറിവിൽ രാത്രി 11 മണിക്ക് വരെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം ലുലു ഫാഷൻ സ്റ്റോറാണ്. അപ്പോൾ അവിടെ എനിക്ക് പണ്ടൊരു വിഷ്ണു എന്നൊക്കെ പറഞ്ഞൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നു UCBയിൽ. ഞാൻ ഇവരെയൊക്കെ വിളിച്ചിട്ട് എൻ്റെ ദൈവങ്ങളായിരുന്നു അവരൊക്കെ. കാരണം ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് ഓടുമ്പം ധന്യ അതിലെ ഓടുന്ന കാണാം, അപ്പുറത്ത് കൂടെ മഷർ ഓടുന്ന കാണാം, പ്രവീൺ വർമ്മ ബിഗ് ബിയുടെ ഒക്കെ കോസ്റ്റ്യൂം ഡിസൈനർ. അപ്പം ഞങ്ങളെ പൊതുവേ എൻ്റെ ഫ്രണ്ട്സൊക്കെ വല്ലപ്പോഴും ലുലു വരുമ്പം എന്നെ വിളിക്കും, സ്റ്റെഫി എവിടെ ഉണ്ട്, ലുലുവിലുണ്ടോ, എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് അറിയാലോ എന്നുള്ള രീതിയിൽ. സോ ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് ആ ഓർമ്മ വന്നതാണ്. കാരണം ഞാൻ വന്ന സമയത്ത് ഒരു ബ്രാൻഡിൽ 2013 ടോമി ഹിൽഫിഗർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൽ ഞാൻ സെയിൽസിനൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 2 മാസം. പിന്നെ അറിയാത്ത എല്ലാ പരിപാടിയും ചെയ്യാൻ പോയി. ഒന്നും അതൊക്കെ തൽക്കാലമുള്ള ചെറിയ 2 മാസം ആ വർക്ക് ചെയ്യുക, 2 മാസം ഈ വർക്ക് ചെയ്യുക. പക്ഷെ 1 വർഷത്തിൻ്റെ ഉള്ളിൽ പരസ്യങ്ങൾ കിട്ടി. പരസ്യം ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ബാക്ക് ടു ബാക്ക് ഒരുപാട് നല്ല ലുലു ഫാഷൻ സ്റ്റോറിൻ്റെയും ലുലു സെലിബ്രേറ്റിൻ്റെയും പരസ്യത്തിൽ ഞാൻ കോസ്റ്റ്യൂം ചെയ്തിട്ടുണ്ട് എൻ്റെ തുടങ്ങുമ്പോൾ തന്നെ. അന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ലുലുവിൻ്റെ ഒരു ഹോർഡിങ് ഇങ്ങനെ വെക്കുമ്പോൾ ഞാനിവിടെ ഭയങ്കര പ്രൗഡായിട്ട് ഞാൻ ചെയ്ത വർക്കൊക്കെ വന്ന് ഇവിടെ നിന്ന് നോക്കിയിട്ടുള്ള ആളാണ്.
പിന്നെ സിനിമ ചെയ്തു തുടങ്ങുമ്പോഴും സിനിമയ്ക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല, കുറേ സിനിമകളൊക്കെ കിട്ടി. പിന്നെ പേരൻസിൻ്റെ കാര്യം, എനിക്ക് എൻ്റെ വീട്ടിൽ അമ്മയും ചേട്ടനുമാണുള്ളത്. അവരന്ന് ഇന്ന് എന്നും ഏറ്റവും പ്രൗഡായിട്ടുള്ള ഒരു അമ്മയും ചേട്ടനുമാണ്. എനിക്ക് എല്ലാ കാലത്തും എന്നെ ട്രസ്റ്റ് ചെയ്ത്, ഞാൻ സിനിമേനെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഐഡിയ ഇല്ല അവർക്ക് ഞാൻ സിനിമയിൽ എത്തുമോ രക്ഷപ്പെടുമോന്നും, അന്നും ഇന്നും എന്നും എന്നെ എപ്പോഴും വിശ്വസിച്ച് സപ്പോർട്ട് ചെയ്യുന്ന വീട്ടുകാരും ഉണ്ട്. മെൽവിൻ ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂമിന് ഇൻസ്പിറേഷൻ എന്താണ്? ലൈക്ക് റിലേറ്റഡ് ടു കൾട്ട് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്? മേ ബി എന്നെ എല്ലാവരും കൾട്ട് എന്നാണ് വിളിക്കുന്നത്. ഞാൻ ഇതേപോലത്തെ ഔട്ട്ഫിറ്റാണ് കൂടുതൽ ഇട്ടിട്ട് നടക്കാറ്. അതെ അതെ, ഗോത്തിക് കൾച്ചർ. എനിക്ക് മോസ്റ്റ്ലി ബ്ലാക്കിനകത്ത് ഇതേപോലെ എക്സ്പ്ലോർ ചെയ്ത് പുതിയ കൈൻഡ് ഓഫ് ഡിസൈൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഏതും ഇതേപോലത്തെ ഇവന്റ് മെറ്റ്ഗാലയായിട്ട് കാണുന്നത്. ദെൻ ഈ ഡ്രസ്സിൻ്റെ ഇൻസ്പിറേഷൻ സബിയ സജി. ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിന് പോകുന്നത് സബിയ സജിനെ കണ്ടിട്ടാണ്. സബിയ സജിയുടെ ലൈഫ് സ്റ്റോറി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് സബിയ സജി കോളേജിൽ വെച്ചിട്ട് തന്നെ സബിയ സജി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡിസൈനറാണ് ഒരു ഇവൻറ്റിനകത്ത്. ദെൻ സബിയ സജി എന്ന് പറയുന്ന ബ്രാൻഡ് ബിൽഡ് ചെയ്ത് ഇപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് സബിയ സജി ആയിരുന്നു എൻ്റെ ഏറ്റവും ഇൻസ്പിറേഷൻ. ദെൻ ഇപ്പം നമ്മൾ സബിയ സജിനെ കാണുമെന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് മെറ്റ്ഗാല അദ്ദേഹം വന്നു. ദെൻ എനിക്ക് ഏകദേശം റെപ്ലിക്ക കൈൻഡ് ഓഫ് മെറ്റ്ഗാല എൻ്റെ ടേസ്റ്റ് ഓഫ് സബിയ സജി ഡ്രസ്സസ് ആണ്. Thank you so much. With that, we can wind up. We got like Melvin's inspiration, Mr. Sabyasachi Mukherjee ആണ്. ഇവിടെ ഇരിക്കുന്ന രണ്ട് ഡിസൈനേഴ്സും നിങ്ങളുടെ ഇൻസ്പിറേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we can wind this session up. So Steffi, please, who is your inspiration? Right now, as a designer, എനിക്ക് ഇഷ്ടം രാഹുൽ മിശ്രനാണ്. രാഹുൽ മിശ്രൻ്റെ ലൈക്ക് എല്ലാം ദ എംബ്രോയിഡറി വർക്ക്സ് ഫോർ മീ. സബ്യസാച്ചി ആയിരുന്നു, ഇപ്പോൾ കുറച്ചും കൂടി യുണീക്നെസ് എനിക്ക് തോന്നുന്നു. And Met Gala, it was beautiful. Zendaya ഭയങ്കര ഇഷ്ടമായ ഒരു സംഭവമായിരുന്നു. I think you guys follow. പിന്നെ ബ്യൂട്ടിഫുൾ ഇൻട്രസ്റ്റിംഗ് സാധനങ്ങൾ. എനിക്ക് ആരുടെയാന്ന് എനിക്ക് ഡിസൈൻ സാൻഡിൻ്റെ സംഭവം, ദാറ്റ് വാസ് വെരി നൈസ്. അങ്ങനെ right now Rahul Mishra is your inspiration. And Steffi, what about you? എൻ്റെ മെറ്റ്ഗാല ആയിട്ടല്ല, എൻ്റെ ഒരു കോസ്റ്റ്യൂം ഡിസൈനർ ആയിട്ടുള്ള എൻ്റെ ഇൻസ്പിറേഷനും എൻ്റെ റോൾ മോഡൽസും, ഞാൻ കോസ്റ്റ്യൂം ഡിസൈനർ ആവാൻ ആഗ്രഹിച്ചതും SB സതീശൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ടാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഫീച്ചർ വായിച്ചിട്ടാണ് ഇങ്ങനെ ഒരാളുണ്ട് എന്ന് ജീവിതത്തിൽ അറിഞ്ഞത്. ഒരുപക്ഷെ ഇന്ന് നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ എത്ര പേർക്ക് SB സതീശൻ എന്ന് പറഞ്ഞാൽ അറിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ 2 കമൽ സാറിൻ്റെയൊക്കെ സിനിമ ചെയ്യുന്ന ആളാണ്. ഗുരു എന്ന് പറയുന്ന ലാലേട്ടൻ്റെ സിനിമയും സ്വപ്നക്കൂടും, എനിക്ക് നമ്മൾ കണ്ടിട്ടുള്ള പല രീതിയിലുള്ള സിനിമകൾ ഇന്ന് ഗൂഗിളിൽ നമ്മൾ പോയി സെർച്ച് ചെയ്യുന്ന അത്ര ഈസി ആയിട്ടുള്ള ഒരു സമയത്ത് ഇതൊന്നുമില്ലാതെ ദയ പോലെയുള്ള സിനിമകൾ ചെയ്തിട്ട് നാഷണൽ അവാർഡ് വാങ്ങിയിട്ടുള്ള, ഇപ്പോഴും എന്തെങ്കിലും സംശയം കോസ്റ്റ്യൂം റിലേറ്റഡ് വന്നാൽ ഞാൻ എപ്പോഴും വിളിക്കുന്നതും SB സതീഷ് എന്ന് പറയുന്ന ആൾ തന്നെയാണ് എൻ്റെ എല്ലാ കാലത്തെയും ഇൻസ്പിറേഷൻ. Beautiful. Thank you so much. Everybody, Lulu Mall, can we have a big round of applause for this wonderful panelist over here? I'd request all of you, if you could please rise up. നമ്മൾ ചെറിയ അടുത്തൊരു ചടങ്ങിലേക്ക് കടങ്ങുന്നതിന് മുമ്പ് ഇവിടുത്തെ ഒരു എന്താ പറയുക, ഒരു കൾച്ചറുണ്ട്, ഒരു റിച്വലാണ്. ലുലു ഫാഷൻ വീക്ക് 2024 റാമ്പിൽ വന്നു കഴിഞ്ഞാൽ റാമ്പ് വാക്ക് ചെയ്തില്ലെങ്കിൽ ദാറ്റ് വോണ്ട് ബി ഗുഡ്, റൈറ്റ്? ദിസ് എ ഫ്രണ്ട്ലി വാക്ക്. എവറിബഡി കം ഓൺ. Thank you so much for being such a sport. But നമ്മൾ ഇത്രയും നേരം നമ്മളോടൊപ്പം സമയം സ്പെൻഡ് ചെയ്തു, ഇത്രയും നോളജ് ഷെയർ ചെയ്തു, ആൻഡ് യു ബിക്കം എ സച്ച് എ സ്പോട്ട് ആൻഡ് ടുക്ക് ദ റാമ്പ് ആസ് വെൽ. അപ്പം നമ്മളുടെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ ക്യൂ സ്റ്റുഡിയോയുടെ ഭാഗത്തു നിന്നും ഒരു ചെറിയ സ്മോൾ ടോക്കൺ ഓഫ് ലവ് ഫോർ 3 of you. So can we have that memento please? I request Manish Shettan and Ralph to please kindly come forward and do the honors.
gentlemen, we have a small token of appreciation for our wonderful panelists over here. At the Kodukuanai, I'd request Mr. Vishnu Raghunath, manager, Lulu Mall, Kochi, to kindly come up on stage and hand over the small token of appreciation to Manish Shetan and the Ralph Tom on stage. ലുലു ഫാഷൻ വീക്കിൻ്റെ മെമെൻറ്റോ മനീഷ് ചേട്ടൻ ആൻഡ് വിഷ്ണു രണ്ടുപേരും ചേർന്ന് നമ്മുടെ പാനലിസ്റ്റിന് നൽകുന്നതായിരിക്കും. Yes, there we go. The Q Studio team on stage for you all. Can we have a big round of applause for the team and for the wonderful work they are doing? Thank you guys. Keep going the good work. We're looking forward to more amazing interviews from the Q Studio. Thank you. Next, I'd request the wonderful Lulu Digital team for making this true. Can we have the entire team on stage? Can we have a big round of applause for Lulu Digital team? Round of applause for them. Come on, everybody, Lulu Mall together. Yes, thank you.